വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. റോമർക്കെതിരെ ലേഖനത്തിൽ നിന്നുള്ള 72ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. 72ാമത്തെ അവതരണം വിശ്വാസ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ പങ്കുവഹിക്കുന്ന ദൈവശാസ്ത്രപരമായ അടിസ്ഥാന വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും അവരുടെ വിശ്വാസ ജീവിതയാത്രയിൽ അവരുടെ ആത്മീക ബലത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന വെളിപാടാണ് റോമർക്കെതിരെ ലേഖനം. അപ്പോസ്തലനായ പൗലോസിലൂടെ നൽകപ്പെട്ട ഈ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളാണ് നമ്മൾ നിൽക്കുന്നത്. പൗലോസ് സംസാരിച്ച പല വിഷയങ്ങൾ കേൾവിക്കാർ തെറ്റിദ്ധരിച്ചു, പ്രത്യേകിച്ച് യഹൂദന്മാർ. 4-ാം അധ്യായത്തിൽ വിശ്വാസം എന്ന വിഷയത്തെ വിപുലീകരിക്കുന്നതിന് മുമ്പ് പൗലോസ് അവരുടെ തെറ്റിദ്ധാരണകൾ നീക്കുകയാണ് പരിശുദ്ധാത്മാവിൽ. 3 തെറ്റിദ്ധാരണകളാണ് അവരുടെ ഉള്ളിലുണ്ടായിരുന്നത്. ഒന്നാമത് പൗലോസ് പറഞ്ഞു, നിങ്ങൾക്കിനി പ്രശംസിക്കാൻ മാർഗമില്ല. യഹൂദന്മാർ ന്യായപ്രമാണത്തിൽ പ്രശംസിച്ചവരാണ്, ന്യായപ്രമാണത്തിൽ ഊറ്റം കൊണ്ടവരാണ്, ദൈവം ഞങ്ങൾ പ്രത്യേകതയുള്ളവരാണ്, ലോകത്തിലെ സകല ജാതികളിൽ നിന്ന് ഞങ്ങൾ വിശേഷതയുള്ളവരാണ് എന്ന ധാരണ വെച്ച് പുലർത്തിയ യഹൂദന്മാർ. അവരോട് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പറഞ്ഞു, നിങ്ങൾക്കിനി പ്രശംസിക്കാൻ ഒരു മാർഗമില്ല. പ്രശംസ പോയി. ഏതു മാർഗത്താൽ? കർമ്മമാർഗത്താൽ? ഒരിക്കലുമല്ല, വിശ്വാസമാർഗത്താൽ. സൽപ്രവൃത്തികളും കർമ്മപ്രവൃത്തികളും പുണ്യപ്രവൃത്തികളും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലല്ല പ്രശംസ പോയത്. പുണ്യപ്രവൃത്തികളും സൽപ്രവൃത്തികളും ചെയ്ത് നേടിയതാണ് രക്ഷയും നീതീകരണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും പ്രശംസിക്കാം. പക്ഷെ അങ്ങനെയല്ല രക്ഷ പ്രാപിക്കുന്നത്, അങ്ങനെയല്ല നീതീകരണം പ്രാപിക്കുന്നത്, വിശ്വാസമാർഗത്താലാണ്. പൗലോസ് വളരെ വ്യക്തമായിട്ട് ഇതിനെ പറഞ്ഞു. അതോടൊപ്പം താൻ എന്തല്ല പറഞ്ഞത്, വിശ്വാസം മാത്രം മതി എന്ന് പൗലോസ് പറഞ്ഞിട്ടില്ല. മാർട്ടിൻ ലൂഥറിൻ്റെ പറ്റിയ അബദ്ധം പോലെ പൗലോസ് പറഞ്ഞില്ല. മാർട്ടിൻ ലൂഥർ ദൈവം പറഞ്ഞെന്ന ധാരണയിൽ തൻ്റെ പരിഭാഷ ഇത് കൂട്ടിച്ചേർത്തു. ഫെയ്ത്ത് ഓൺലി, വിശ്വാസം മാത്രം മതി. സ്നാനം ഒഴിവാക്കാൻ വേണ്ടി കണ്ടുപിടിച്ച മാർഗം വിശ്വാസം മാത്രം മതി. അങ്ങനെ ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടുമെന്നാണ് ക്രിസ്തു പറഞ്ഞത്. വിശ്വാസത്തിന് അനുസരണം വേണം എന്ന് ദൈവാത്മാവ് പൗലോസിനോട് പറഞ്ഞു. അതാണ് നീ പ്രസംഗിക്കേണ്ടത്. റോമർ 1:5, റോമർ 16:26. പൗലോസ് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, വിശ്വാസം മാത്രം മതിയെന്ന്. കർത്താവിനെ വളരെ വ്യക്തമായി പറഞ്ഞു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, ദൈവത്തിൻ്റെ ഹിതം ചെയ്യണം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരുടെ ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, വിശ്വസിച്ചവരോടാണ് പറഞ്ഞത്, വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവം എൻ്റെ ശിഷ്യന്മാരാകും. യോഹന്നാൻ 8. രണ്ടാമത് അവരുടെ തെറ്റിദ്ധാരണ എന്തായിരുന്നു? ദൈവം നമ്മുടെ പ്രത്യേക സ്വത്താണ്, നമ്മുടെ മാത്രം ദൈവമാണ്. പൗലോസ് അത് തിരുത്തി കൊടുത്തു. 29-30 വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെയാണ് ചോദിച്ചത്, അല്ല ദൈവം യഹൂദന്മാരുടെ ദൈവം മാത്രമോ? ജാതികളുടെയും ദൈവമല്ലയോ? ഉത്തരം, അതെ, ജാതികളുടെയും ദൈവമാകുന്നു. ദൈവം ഏകനല്ലോ. അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. ദൈവം എല്ലാവരുടെയും ദൈവമാണ്. സർവ്വഭൂമി സകല മനുഷ്യരുടെ ദൈവമാണ്. അവർ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. യഹൂദന്മാരുടെ ദൈവം പ്രത്യേകം വേർതിരിച്ച് അവർക്ക് തൻ്റെ അള്ളപ്പാട് കൊടുത്തു. പക്ഷേ പുറജാതികൾക്ക് പ്രകൃതിയിലൂടെയാണ് വെളിപാട് കൊടുത്തത്, അവരുടെ മനസാക്ഷിയിലൂടെയാണ് ഇടപെട്ടത്. ദൈവം ഏകനാണ്. അങ്ങനെയാണെങ്കിൽ സകല മനുഷ്യരും രക്ഷാപദ്ധതി ഉൾപ്പെടേണ്ടവരാണ്. യഹൂദന്മാർ ഇനി അഹങ്കരിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ പ്രത്യേക ജനമാണ്, പ്രത്യേക സമ്പത്താണ്, കണ്ണിലെ കൃഷ്ണമണിയാണ് എന്നൊക്കെ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരുന്നത് ശരിയാണ്. പക്ഷെ അവരുടെ ജോലി ചെയ്തിരുന്നെങ്കിൽ, ദൈവം അവരെ വെച്ച സ്ഥാനത്ത് അവർ വിശ്വസ്തയോടെ നിലനിന്ന് ഭൂമിയിലൂടെ കടമകൾ നിറവേറ്റിയിരുന്നുവെങ്കിൽ അവരെ ദൈവം തീർച്ചയായും ബഹുമാനിച്ച് അനുഗ്രഹിച്ചേനെ. അതിന് പകരം അവർ വിളക്കൂതിക്കെടുത്തി. ദൈവം ഉദ്ദേശിച്ചതായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയില്ല. ജാതികൾക്ക് പ്രകാശമാകേണ്ട അവർ ജാതികൾക്ക് വഴികാട്ടിയില്ല. ഇനി അവർക്കൊരിക്കലും തലയുയർത്തി നീ പ്രശംസിക്കാൻ അവകാശമില്ല. ദൈവം സകല ജാതികളുടെ ദൈവമാണ്, യഹൂദന്മാരുടെ മാത്രം ദൈവമല്ല. അത് വളരെ വ്യക്തമായി പൗലോസ് കാണിച്ചു കൊടുത്തു. അപ്പം യഹൂദന്മാരും പ്രജാതികളും തമ്മിലുണ്ടായിരുന്ന ഒരു പിളർപ്പ്, ഒരു വിള്ളൽ, അത് അന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും നികത്താനാകാത്തൊരു പിളർപ്പ് പോലെ കിടന്നതാണ്. അവർക്ക് തമ്മിൽ സമ്പർക്കമില്ല. അറിയാതെ യഹൂദൻ പുറജാതിക്കാരുടെ ദേശത്ത് പോയാൽ കാലിലെ പൊടി തട്ടിക്കളയും. അവർ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കില്ല, അവരെ തൊടില്ല, സഹായിക്കില്ല. ഈ വലിയ വിള്ളൽ, ഈ വലിയ പിളർപ്പ്, ഈ വലിയ ഗർത്തം അത് പരിഹരിച്ചത്, നികത്തിയത് ക്രിസ്തുവിൻ്റെ ക്രൂശാണ്. കർത്താവ് യേശുവിൻ്റെ ക്രൂശിലെ പരമയാഗത്താലാണ് മനുഷ്യകുലത്തിൽ നിലനിന്നിരുന്ന ഈ വിഭാഗീയത അവസാനിച്ചത്. എഫേസ്യർക്കെതിരെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 16 വരെ ക്രിസ്തു ക്രൂശിൽ നിറവേറ്റിയ ശുശ്രൂഷയെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിലൂടെ ഇങ്ങനെ വെളിപ്പെടുത്തും. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 16 വരെ. അവൻ നമ്മുടെ സമാധാനം. പുറജാതികളും യഹൂദന്മാരുൾപ്പെടുന്ന കൂട്ടായ്മയോടാണ് പറയുന്നത്. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി
ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണമെന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത്. സമാധാനമുണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും, അതായത് യഹൂദന്മാരും പുറജാതികളും, ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂസിന്മേൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. ക്രിസ്തുവിൻ്റെ ക്രൂസിലെ പരമയാഗത്തിൻ്റെ അനുഗ്രഹീതമായൊരവസ്ഥ. രണ്ട് പക്ഷമില്ല ഇനി. യഹൂദനും പുറജാതിയെന്ന് വേർതിരിവിൻ്റെ ആവശ്യം ഇനിയില്ല. യേശുവിലാണ് ഒന്നായത്, ക്രിസ്തുവിലാണ് ഏക ശരീരമായത്, ദൈവത്തോട് നിരപ്പിക്കപ്പെട്ടത്. ഇപ്പോൾ റോമലേഖനം 3-ാം അധ്യായത്തിൻ്റെ 29-30 വാക്യങ്ങളിലെ വാദം അത് ഇന്നും വാസ്തവമാണ്. ആ സത്യം ഇന്ന് നിലനിൽക്കുന്നതാണ്. കിഴക്കുകാർ, പടിഞ്ഞാറുകാർ, വടക്കുകാർ, തെക്കൻ ദേശക്കാർ, കറുത്ത തൊലിക്കാർ, വെളുത്ത തൊലിക്കാർ, ഒന്നൊരു വ്യത്യാസം ഇന്ന് നിലനിൽക്കുന്നില്ല. എല്ലാവരും ദൈവകൃപയാൽ, ദൈവകരുണയാൽ രക്ഷപ്പെട്ടവരും ആ കൃപ ആവശ്യമുള്ളവരുമാണ്. ദൈവം രക്ഷിച്ച എല്ലാവരെയും ഒരേ വഴിയിലൂടെയാണ് രക്ഷിച്ചത്. നേരത്തെ കേട്ടു, യഹൂദന്മാർ വിശ്വാസത്തിലൂടെയും പ്രജാതികളെയും വിശ്വാസത്തിലൂടെയും ദൈവം നീതീകരിച്ചു. ക്രിസ്ത്യാനിത്വത്തിൻ്റെ നിസ്തുലത ഇതാണ്. പുരുഷനെയും സ്ത്രീയെയും യൗവനക്കാരെയും യുവതികളെയും, വ്യത്യസ്ത വംശത്തിലുള്ളവർ, വ്യത്യസ്ത സാമൂഹ്യ അവസ്ഥകളിലുള്ളവർ, വ്യത്യസ്ത സാമ്പത്തിക നിലകളുള്ളവർ, വ്യത്യസ്തമായ വിദ്യാഭ്യാസ പശ്ചാത്തലമുള്ളവർ, വ്യത്യസ്തമായ ജാതി വ്യവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്നവർ, ഇവരെല്ലാവരും ഒരുമിച്ച് കൂടി, രക്ഷിക്കപ്പെട്ടവരെല്ലാവരും ഒരേ മാർഗത്തിൽ രക്ഷിക്കപ്പെട്ട ഇവരെല്ലാം ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നിലയിൽ ദൈവരെ ഒന്നാക്കി തൻ്റെ കൃപയാൽ. ഇത് ക്രിസ്ത്യാനിത്വത്തിൻ്റെ നിസ്തുലതയാണ്. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ നാം ഇന്ന് ക്രിസ്തുവിലൂടെ ഒരു കുടുംബത്തിലാണ്, ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നവരെ പോലെയാണ്. ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും പ്രവൃത്തികൾ കൊണ്ട് നാം ഒരു കുടുംബമാണെന്നുള്ള സത്യത്തെ മറികടന്ന് ദൈവം ഏകദൈവമെന്നുള്ള സത്യത്തെ നമ്മൾ വെള്ളം ചേർത്താൽ, മനുഷ്യരെ ഒരേപോലെ കാണാതിരുന്നാൽ നാം ഒരിക്കലും ഏകദൈവ വിശ്വാസികളല്ല. ഇന്ന് ലോകത്തിൽ പലയിടത്തും കറുത്ത വർഗ്ഗക്കാർക്ക് വേണ്ടി മാത്രമുള്ള കൂട്ടായ്മ, അവിടെ വെളുത്ത വർഗ്ഗക്കാർ പോകില്ല. വെളുത്ത വർഗ്ഗക്ക് വേണ്ടി മാത്രമുള്ള പ്രാർത്ഥന, അവിടെ കറുത്ത വർഗ്ഗക്ക് അനുവാദമില്ല. അവിടെ ഉള്ള പ്രാസംഗികൻ വെളുത്ത വർഗ്ഗക്കാരൻ. ഈ തരത്തിലുള്ള വിഭാഗീയത ഇന്നുമുണ്ട്. മനുഷ്യൻ്റെ അറിവില്ലായ്മ, വചനപരിജ്ഞാനമില്ലായ്മ. അപ്പോൾ ഇന്നും നാം അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ, മനുഷ്യരെ വേർതിരിച്ച് കാണുന്നുണ്ടെങ്കിൽ, അത് തെറ്റാണ്, വിശ്വാസമല്ല അത്. ദൈവത്തിന് ഒരിക്കലും മുഖപക്ഷമില്ല. ഇതിന് ചിലരെ പ്രത്യേകമായ ഇഷ്ടം, ചിലരെ ഇഷ്ടമില്ലായ്മ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ ദൈവത്തിനില്ല. ദൈവം ഒരിക്കലും അതിരുകൾ, വേലിക്കെട്ടുകൾ നിർമ്മിക്കുന്നില്ല. ഒരാളെ കുറച്ച് കാണുന്നില്ല. എല്ലാവരും ഒരേപോലെ കാണും. തൊട്ടുകൂടാത്തവരാരുമില്ല ദൈവത്തിന്. നാം വിശ്വാസികളെ നമ്മളും, ഏകദൈവ വിശ്വാസികളെ നമ്മളും അപ്രകാരം തന്നെ ആയിരിക്കണം. ഇവിടെ പ്രവൃത്തി കൊണ്ട്, വാക്കുകൊണ്ട് മാത്രമല്ല, പ്രവൃത്തി കൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ ബഹുദൈവ വിശ്വാസികളായി പോകും. പൗലോസ് എന്തല്ല പറഞ്ഞത് നമ്മൾ നോക്കുമ്പോൾ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. 29-30 വാക്യങ്ങളിൽ അവിടെ നമ്മൾ കാണുന്നത്, പൗലോസ് ഒരിക്കലും പറഞ്ഞില്ല യഹൂദൻ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതുകൊണ്ട് അവൻ യഹൂദൻ അല്ലാതായി മാറിയില്ല. പുറജാതിക്കാരന് വിശ്വാസത്തിലൂടെ ദൈവ പൈതലായി മാറി നീതീകരിക്കപ്പെട്ടതുകൊണ്ട് അവൻ പുറജാതിക്കാരനല്ലാതായി മാറുന്നില്ല. അതിന് പകരം പൗലോസ് ഊന്നൽ കൊടുത്തത്, നിങ്ങളുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ഈ വ്യത്യാസങ്ങളും വേർതിരിവുകളുമില്ല. രക്ഷയോടുള്ള ബന്ധത്തിൽ ഈ വേർതിരിവിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം ഒരാളെ തള്ളിക്കളയുന്നില്ല. അതാണ് പൗലോസ് പറഞ്ഞത്. അത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ യഹൂദൻ തന്നെയാണ്. യഹൂദന് രക്ഷപ്പെടാം, പുറജാതിക്കാരന് രക്ഷപ്പെടാം. അവൻ്റെ യഹൂദ പാരമ്പര്യം തന്നെയാണ്, പുറജാതികളുടെ പാരമ്പര്യം തന്നെയാണ്. ഒരേ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇരുവരും രക്ഷപ്പെട്ടത്, ദൈവം രക്ഷിക്കപ്പെടും. കാരണം പലപ്പോഴും റോമലേഖനം 3-ാം അധ്യായം 29-30 വാക്യം, അതോടൊപ്പം ഗലാത്യ ലേഖനം 3-ാം അധ്യായം 26-28 വാക്യങ്ങളിലും കർത്താവ് യേശു ക്രൂസിൽ മരിച്ചുകൊണ്ട് ഇനി ഭൂമിയിൽ ജാതി വ്യവസ്ഥകളൊന്നുമില്ല എന്ന രീതിയിൽ പല ചിന്താഗതികളുണ്ട്. അതവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ ദൈവം മനുഷ്യർ രക്ഷിക്കുക ഇതൊന്നും അടിസ്ഥാനമല്ല. അതിൻ്റെ ആനുകൂല്യങ്ങൾ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യുക, അത് ഓരോരുത്തരുടെ ഇഷ്ടം. ദൈവം അതൊന്നും എടുത്തു കളഞ്ഞിട്ടില്ല, ഭൂമിയിൽ അങ്ങനെ തന്നെ നിൽക്കും. ഇതെങ്ങനെ പറയേണ്ട കാരണം, പലരും ഇങ്ങനെ പഠിപ്പിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൽ ക്രൂസിൻ്റെ മരണത്താൽ ഇന്ന് വ്യത്യാസങ്ങളില്ല, എല്ലാം ഒന്നാണെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ പറയുന്ന പിന്നൊരു ഗൂഢ ഉദ്ദേശമുണ്ട്. കാരണം ഒരു വിവാഹ ബന്ധത്തിൽ പുരുഷനാണ് ആ ബന്ധത്തിൻ്റെ തലയായി ദൈവം വച്ചിരിക്കുന്നത്. എഫേസ് ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ദൈവത്തിൻ്റെ ആ പദ്ധതി, കുടുംബത്തെക്കുറിച്ചുള്ള പദ്ധതി വെളിപ്പെടുത്തുമ്പോൾ അവിടെ ഇപ്രകാരമായിട്ട് പറഞ്ഞു, ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയായിരിക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാണ്. കുടുംബ ബന്ധത്തിൽ ഭർത്താവിന് വെച്ചിരിക്കുന്ന ജോലി അതാണ്.
അപ്പോൾ ആ ഒരു ദൈവ പദ്ധതിയെ താർക്കണം. സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഭാര്യയ്ക്കും തലയായിരിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ക്രിസ്തുവിൽ വന്നപ്പോൾ ഈ വ്യത്യാസങ്ങളൊക്കെ മാറി. എന്ന ധാരണയെ തെറ്റിദ്ധരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഇത് പറഞ്ഞുണ്ടാക്കുക. മാത്രമല്ല സഭായോഗത്തിൽ പുരുഷൻ്റെ നേതൃത്വമാണ് ദൈവം വെച്ചിരിക്കുന്നത്. 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ അത് വളരെ വ്യക്തമായി കാണും. ദൈവത്തിന് വ്യക്തമായ പദ്ധതികളുണ്ട്, ദൈവത്തിൻ്റെ നിയമങ്ങളുണ്ട്. തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറഞ്ഞു, എന്നാൽ അധ്യക്ഷൻ നിരപവാധ്യനായ ഏകഭാര്യയുടെ ഭർത്താവ് നിർമ്മതനും ജിതേന്ദ്രിയനും ഒക്കെ ആയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അധ്യക്ഷൻ ഒരു പുരുഷനായിരിക്കണം, മൂപ്പൻ, സഭയുടെ മൂപ്പൻ പുരുഷനായിരിക്കണം. അത് പൊതുവായിട്ടുള്ള ആരാധന ശുശ്രൂഷയുടെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്നും വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 1 തിമോത്തിയോസ് 2:8, 1 കൊരിന്ത്യർ 14:34 പൗലോസ് ഇതേ കാര്യം പറയും. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അത് ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണ് എന്ന ന്യായം തെറ്റിദ്ധരിപ്പിച്ച്, അതുകൊണ്ട് പുരുഷന്മാരുടെ കൂട്ടായ്മയിൽ പുരുഷന്മാരുള്ളിടത്ത് സ്ത്രീകൾക്കും പ്രസംഗിക്കാം, സ്ത്രീകൾക്കും കാര്യങ്ങൾ നടത്താം. നായകസ്ഥാനത്ത് നിന്ന്, അംഗങ്ങളായി പാട്ടുപാടുന്നതിനെക്കുറിച്ചല്ല, നായകസ്ഥാനത്ത് നിന്ന്, നേതൃത്വ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ അനുവാദമുണ്ട്. ക്രിസ്തുവിൽ നമ്മൾ ഒന്നാണ്. അത് തെറ്റിദ്ധരിച്ചതാണ്. അങ്ങനെയല്ല ദൈവം ഉദ്ദേശിച്ചത്. രക്ഷയിലേക്ക് കടന്നു വരുവാൻ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, യഹൂദ യവന വ്യത്യാസമില്ല. ദൈവം എല്ലാവരെയും സ്നേഹിക്കും, എല്ലാവരെയും രക്ഷിക്കും വിശ്വാസമാർഗത്തിലൂടെ. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ വ്യത്യസ്തമാണ്. 1 കൊരിന്ത്യർ 14:34 വാക്യത്തിൽ പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞത്, വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ അധികാരം നടത്തരുത്. അധികാരം നടത്താൻ അനുവാദമില്ല. അധികാരത്തോടെ വചനമെടുത്ത് സംസാരിക്കാൻ, പ്രാർത്ഥന നയിക്കാൻ പുരുഷന്മാരുള്ളിടത്ത് സ്ത്രീകൾക്ക് അനുവദിച്ചിട്ടില്ല, ദൈവം അനുവദിച്ചിട്ടില്ല. ഇത് മനുഷ്യൻ്റെ നിയമമല്ല, ദൈവത്തിൻ്റെ നിയമമാണ്. അപ്പോൾ ഇതിനെ തച്ചുടയ്ക്കണം, ഈ വ്യവസ്ഥിത ഇല്ലാതാക്കണം. അതുകൊണ്ട് ചിലർ പറയും ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. ദൈവം അങ്ങനെ പറഞ്ഞിട്ടില്ല, പൗലോസ് അങ്ങനെ പറഞ്ഞിട്ടില്ല. രക്ഷയിലേക്ക് വരാനായിട്ട് വ്യത്യാസമില്ല. ബർബരനാണോ, യഹൂദനാണോ, യവനനാണോ, വിദ്യാഭ്യാസമുള്ളവനാണോ, വിദ്യാഭ്യാസമില്ലാത്തവനാണോ, സമ്പന്നനാണോ, ദരിദ്രനാണോ എന്നൊരു വ്യത്യാസം രക്ഷയിലേക്ക് വരാനുമില്ല. ദൈവം വച്ചിട്ടില്ല. ദൈവത്തിനിപ്പോൾ എല്ലാവരും ഒന്നാണ്. കർത്താവ് യേശുവിൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളെ ദൈവം രക്ഷിക്കും. നിങ്ങളുടെ സാമൂഹ്യ വ്യവസ്ഥ, സാമ്പത്തിക വ്യവസ്ഥ, വിദ്യാഭ്യാസ നിലവാരം ഇതൊന്നും ദൈവം നോക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ത്രീ ആകില്ല, പുരുഷനാകില്ല എന്ന് പറയരുത്. അത് തെറ്റായ ചിന്താഗതിയാണ്. സ്ത്രീ തന്നെയാണ്, പുരുഷൻ തന്നെയാണ്. അപ്പോൾ അവർക്കുള്ള ജോലികൾ വ്യത്യസ്തമാണ്. അത് നിറവേറ്റുക തന്നെ വേണം. ക്രിസ്തുവിൽ വന്നതുകൊണ്ട് അത് ഇല്ലാതെ പോകുന്നില്ല. അപ്പോൾ അത് പൗലോസ് അങ്ങനെ ഒരിക്കലും പഠിപ്പിച്ചിട്ട്, അതാണ് പൗലോസ്. 3-ാമത് റോമലേഖനം 3:31 മൂന്നാമത്തെ തെറ്റിദ്ധാരണ എന്തായിരുന്നു? നമുക്ക് അല്പം ഒന്ന് പരാമർശിച്ച് ബാക്കി അടുത്ത പഠനത്തിൽ നോക്കാം. 3:31 ആകയാൽ നാം വിശ്വാസത്താൽ ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നുവോ? ഒരു നാളുമില്ല. നാം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയത്രേ ചെയ്യുന്നത്. അപ്പോൾ പൗലോസ് മറ്റൊരു തെറ്റിദ്ധാരണ, പൗലോസ് തെറ്റിദ്ധരിപ്പിച്ചതല്ല, കേട്ടവർ തെറ്റിദ്ധരിച്ചു. അവർ വിചാരിച്ചു പൗലോസ് വിശ്വാസമാർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ന്യായപ്രമാണത്തെ ദുർബലമാക്കി. പൗലോസിന് ഒരിക്കലുമല്ല, പകരം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയാണ് ചെയ്തത്. പൗലോസ് എന്താ പറഞ്ഞത്? പൗലോസ് എന്താണ് ദൈവാത്മാവ് പൗലോസിനെ പറഞ്ഞത്? പൗലോസ് വ്യക്തമായി പറഞ്ഞു, ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ, അതായത് കർമ്മ ആചാര മാർഗങ്ങളിലൂടെയല്ല. 3:28 പറഞ്ഞു. മാത്രമല്ല പൗലോസ് ഊന്നൽ കൊടുത്തു. കാരണം ദൈവം യഹൂദന്മാരെ രക്ഷിക്കുന്ന അതേ അടിസ്ഥാനം, അതായത് വിശ്വാസം, ന്യായപ്രമാണമുള്ള യഹൂദന്മാരെ രക്ഷിച്ച അതേ അടിസ്ഥാനത്തിൽ തന്നെ പ്രമാണമില്ലാത്ത പുറജാതികളെയും ഇത് രക്ഷിക്കുന്നുവെന്ന് 29-30 വാക്യത്തിൽ കണ്ടു. ആകയാൽ അവൻ വിശ്വാസം മൂലം പരിച്ഛാദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കും. രണ്ടുപേരും വിശ്വാസം എന്ന മാർഗ്ഗമാണ്, രണ്ടു കൂട്ടർക്ക് വേണ്ട വിശ്വാസം എന്ന മാർഗ്ഗമാണെന്ന് 29-30 വാക്യത്തിൽ പറഞ്ഞു. അപ്പോൾ ഇത്രയും ശക്തമായ പ്രസ്താവനകൾ നടത്തിയപ്പോൾ പൗലോസിനറിയാം തീർച്ചയായും പ്രതിഷേധമുണ്ടാകും, സംശയങ്ങളുണ്ടാകും. പൗലോസിനെ നിയമങ്ങളെ തള്ളിക്കളയുന്ന മനുഷ്യൻ, ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാന വ്യവസ്ഥകളൊന്നും വേണ്ട എന്ന് പഠിപ്പിക്കുന്ന മനുഷ്യൻ, ധാർമ്മികമായ നിയന്ത്രണങ്ങൾ തള്ളിക്കളയാൻ പറയുന്ന മനുഷ്യൻ എന്നൊക്കെ തെറ്റിദ്ധരിക്കുമെന്ന് പൗലോസ് നന്നായിട്ടറിയാം. ഈ വിഷയമാണ് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ അവതരിപ്പിച്ചത്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 4-10 വാക്യങ്ങൾ നോക്കുമ്പോൾ, 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 4-10 വാക്യങ്ങളിൽ പാപം ചെയ്തവരെല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. അധർമ്മം എന്ന് പറഞ്ഞാൽ ദൈവം വെച്ച നിയമങ്ങളെ ലംഘിക്കുക. അതിൻ്റെ 10-ാം വാക്യത്തിൽ
ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവൻ ആരും സഹോദരനെ സ്നേഹിക്കാത്തവന് ദൈവത്തിൽ നിന്നുള്ളവനല്ല. നീതി, ദൈവം വച്ചിരിക്കുന്ന മാർഗം, അത് പ്രവർത്തിക്കണമെന്ന് വ്യക്തമാണ്. അത് തന്നെ യോഹന്നാൻ്റെ 2-ാം ലേഖനം, അതേ അധ്യായത്തിന് തന്നെ 5-ാം അധ്യായം 2-3 വാക്യങ്ങൾ. 1 യോഹന്നാൻ്റെ 5:2-3. നാം ദൈവത്തെ സ്നേഹിച്ചവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്നറിയാം. കൽപ്പന അനുസരിക്കാനുള്ളതാണ്. ദൈവം നമുക്കറിയാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തി തരികയാണ്. എങ്കിലേ നമുക്ക് അറിയാൻ പറ്റൂ, നടക്കാൻ പറ്റൂ, അനുസരിക്കാൻ പറ്റൂ. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ അവരോടുള്ള സ്നേഹം. ദൈവത്തോട് സ്നേഹമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നാൽ സ്നേഹമാകില്ല. ദൈവം പറഞ്ഞ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നത് തെളിയിക്കണം. അവൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല, നമുക്ക് സാധിക്കാത്ത കാര്യമല്ല ദൈവം പറഞ്ഞത്. ഇത് തന്നെയാണ് യോഹന്നാൻ കൈകാര്യം ചെയ്തത്. അപ്പോൾ പൗലോസിനെ തെറ്റിദ്ധരിച്ചത്, പൗലോസ് ഇപ്പോൾ പ്രമാണം വേണ്ട, കൽപ്പന വേണ്ട എന്നുള്ള രീതിയിൽ പറയുകയാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട എന്ന രീതിയിലാണ്. ഇപ്പോൾ പൗലോസ് ഈ അധ്യായത്തിൽ വ്യക്തമായി ഈ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. വിശ്വാസത്തെ ന്യായപ്രമാണത്തെ ദുർബലമാക്കുക. വിശ്വാസം എന്ന വിശ്വാസമാർഗം. അതിനാൽ ന്യായപ്രമാണം, ദൈവം വെച്ച നിയമങ്ങളെ പ്രമാണത്തെ ദുർബലമാക്കിയല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ദുർബലമാക്കാൻ പറ്റില്ല. അതിന് പ്രമാണത്തിന് അതിൻ്റേതായ വിലയുണ്ട്, മൂല്യമുണ്ട്, ആവശ്യമുണ്ട്. ദുർബലമാക്കുക എന്ന് പറഞ്ഞാൽ വിലയില്ലാതാക്കുക, ശൂന്യമാക്കുക, നശിപ്പിക്കുക. പ്രമാണത്തിന് ഉദ്ദേശിച്ച് നശിപ്പിക്കുക. ഇത് യഹൂദന്മാരുടെ നടുവിൽ നിന്നുണ്ടാകുന്ന പ്രതിഷേധമാണ് പൗലോസ് ആദ്യം കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ പൗലോസ്, അതുകൊണ്ട് നമുക്ക് ആദ്യം ആ വിഷയത്തിൽ, ആ തരത്തിലൊന്ന് ചിന്തിക്കാം. യഹൂദന്മാരുടെ നടുവിൽ ഇതിനെക്കുറിച്ചുള്ള പ്രതിഷേധം. അപ്പോൾ അവർ പറയുന്നത്, വിശ്വാസത്താലുള്ള നീതീകരണം എന്ന ഉപദേശം പഠിപ്പിക്കുന്ന പൗലോസ് മോശയുടെ നിയമത്തെ ദുർബലമാക്കി, മോശയുടെ നിയമത്തെ നശിപ്പിക്കുകയാണ്. ഇതാണ് അവരുടേതായ പ്രതിഷേധം. ഒരു പൗലോസ് പറഞ്ഞ് ശരിക്കും കേട്ടില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നമുണ്ടായത്. നമ്മുടെയും പല ആത്മീക ചോദ്യങ്ങളുടെ കാരണം ദൈവം പറയുന്നത്, നൽകിയ വചനം ശരിക്കും വായിച്ച് മനസ്സിലാക്കില്ല. പൗലോസ് ഒരിക്കൽ കൂടി വളരെ ശക്തമായ, യവന ഭാഷയിലെ ശക്തമായ ആ വാക്കുപയോഗിച്ച്, ഒരു നാളുമില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. വിശ്വാസമാർഗം കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണം ദുർബലമാക്കുന്നു എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. അതിന് ശരിക്ക് വിശ്വാസമാർഗം ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയാണ് ചെയ്തത്. ന്യായപ്രമാണത്തെ ഉറപ്പിക്കുകയാണ് ചെയ്തത്. ഉറപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കാൻ സഹായിക്കുകയാണ്, പിടിച്ചു നിർത്തുകയാണ്. ഇവിടെ മോശയുടെ ന്യായപ്രമാണമാണ് യഹൂദന്മാരുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ അവിടെ മനസ്സിലുള്ളത്. മോശയുടെ ന്യായപ്രമാണത്തെ നശിപ്പിച്ച് ദുർബലമാക്കി പൗലോസ് എന്നാണ് അവരുടെ പ്രതിഷേധം. പൗലോസ് ഇപ്പോൾ ഈ സമയത്ത് ഈ ചിന്ത വിശാലമാക്കുന്നില്ല, വിപുലീകരിക്കുന്നില്ല. പക്ഷേ തുടർന്നുള്ള അധ്യായങ്ങളിൽ പൗലോസ് വ്യക്തമായി പ്രമാണം എന്ത് ചെയ്യൂ, പ്രമാണത്തിന് എന്ത് കഴിവില്ല എന്ന് കൂടുതൽ വ്യക്തമാക്കും. കർത്താവ് യേശു കടന്നു വന്നു, ക്രൂശിൽ മരിച്ചു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. കാൽവറി ക്രൂശിൽ കർത്താവ് മരിക്കുമ്പോൾ മോശയുടെ ന്യായപ്രമാണം നിവർത്തിയായി. അത് നിവർത്തിയാകാണ് ചെയ്തത്, നശിപ്പിക്കുകയല്ല യേശു ചെയ്തത്. മോശയുടെ ന്യായപ്രമാണത്തെ നിവർത്തിയാക്കി. അതായത് അതുകൊണ്ടാണ് ക്രൂശിൽ കിടക്കുമ്പോൾ ക്രിസ്തു പറഞ്ഞത്, സകലവും നിവർത്തിയായി. ന്യായപ്രമാണത്തിൽ ദൈവം നൽകിത്തന്ന മാനദണ്ഡവും നിലവാരത്തിനനുസരിച്ച് ജീവിച്ച് അതിനെ നിവർത്തിയാക്കി. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയും, പ്രമാണം ഒരുവനെ ക്രിസ്തുവിൻ്റെ അടുക്കൽ നടത്തുന്ന ശിശുപാലകനാണ്. ഒരു കുട്ടിയെ കൈപിടിച്ച് സ്കൂളിൽ കൊണ്ടുപോകുക, സ്കൂളിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ ആ കൊണ്ടുപോയ ആൾ തിരിച്ചു പോരും. അതേപോലെ ന്യായപ്രമാണം അതിൻ്റെ കീഴിലുള്ള മനുഷ്യരെ വരാനിരിക്കുന്ന മശിഹയിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് ഉണ്ടായിരുന്നത്. ആ ദൗത്യം നല്ല രീതിയിൽ നിറവേറ്റി. കർത്താവ് യേശുവിൻ്റെ വരവ് കാത്തിരിക്കുന്ന ചെറിയ സമൂഹമുണ്ടായി, ഭൂരിപക്ഷം തള്ളിക്കളഞ്ഞു. അത് മറ്റൊരവസ്ഥ. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അടുത്ത ദിവസം ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പൗലോസ് എന്തല്ല പറഞ്ഞത്, പൗലോസ് എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾ കണ്ടപ്പോൾ ആദ്യമായിട്ട് പൗലോസ് പറഞ്ഞു, വിശ്വാസത്തിലൂടെ രക്ഷപ്പെട്ട, നീതീകരിക്കപ്പെട്ട നമുക്ക് തലയുയർത്താൻ, പ്രശംസിക്കാൻ, നമുക്ക് സന്തോഷിക്കാം, ആനന്ദിക്കാം, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. പക്ഷേ നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കഴിവല്ല, കൃപയാണ്. മാത്രമല്ല പൗലോസ് എന്തല്ല പറഞ്ഞത്, വിശ്വാസം മാത്രം മതി, ഒന്നും അനുസരിക്കേണ്ട, മാനസാന്തരപ്പെടേണ്ട, പാപങ്ങളെ ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയേണ്ട, മാനസാന്തരപ്പെടേണ്ട, സ്നാനമേൽക്കണ്ട, വിശ്വാസം. പൗലോസ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞിട്ടില്ല. വിശ്വാസം മാത്രം മതി എന്ന് പറഞ്ഞിട്ടില്ല. കർത്താവും പറഞ്ഞിട്ടില്ല, ദൈവവും പറഞ്ഞിട്ടില്ല. ദൈവത്തിനെ ക്രിസ്തുവാണ് പറഞ്ഞ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടുമെന്ന്. കർത്താവാണ് നിക്കോദിമസ് പറഞ്ഞത്, നീ വീണ്ടും ജനിക്കണമെന്ന്.
ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞത്, മത്തായി 28 പറഞ്ഞത്. പുതിയ നിയമത്തിലെ എല്ലാ മാനസാന്തര അനുഭവങ്ങളിലും കർത്താവ് പ്രവർത്തിച്ചപ്പോൾ സുവിശേഷം കേട്ടു, സുവിശേഷം മനസ്സിലാക്കി, വിശ്വസിച്ചു, പാപങ്ങളെക്കുറിച്ച് അവർ മാനസാന്തരപ്പെട്ടു, കർത്താവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞു, വെള്ളത്തിൽ നിമഞ്ജന സ്നാനം സ്വീകരിച്ചു. യഹൂദന്മാർ ഉൾപ്പെടെ, പൗലോസ് യഹൂദനാണ്, പൗലോസ് സ്നാനം പറ്റു. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്, സ്വർഗത്തിൽ നിന്നുള്ള ആലോചനയാണ്. ഇവിടെ അനുസരിക്കാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ടില്ല പൗലോസ്. രണ്ടാമത് പൗലോസ് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം, ദൈവം രണ്ടുപേരുടെ ദൈവമാണ്, യഹൂദൻ്റെയും പ്രജാതിയുടെ ദൈവമാണ്. നിങ്ങളിനി അധികം ആത്മപ്രശംസ നടത്തണ്ട. ദൈവം നമ്മുടെ സ്വന്തം എന്ന ധാരണ വേണ്ട. നിങ്ങളെ രക്ഷിച്ച പോലെ ദൈവം പ്രജാതികളെ ദൈവം രക്ഷിക്കും. ദൈവം സകല മനുഷ്യർക്കും വേണ്ടി രക്ഷാപദ്ധതി ഒരുക്കിയത്. അതുകൊണ്ട് എല്ലാവരോടും പോയി സുവിശേഷം അറിയിക്കാൻ പറഞ്ഞത്. അതേസമയത്ത് പൗലോസ് പറഞ്ഞു, നിങ്ങൾ രക്ഷപ്പെട്ടു, നീതീകരിക്കപ്പെട്ടതുകൊണ്ട് നിങ്ങൾ യഹൂദനാകാതിരിക്കില്ല, പ്രജാതി തന്നെയാണ്, വ്യത്യാസമില്ല. സ്ത്രീ തന്നെയാണ്, പുരുഷൻ തന്നെയാണ്. പക്ഷെ നിങ്ങളുടെ കടമകൾ വ്യത്യസ്തമാണ്. നിങ്ങൾക്കുള്ള വ്യവസ്ഥകൾ മാറിയിരിക്കുന്നു. അത് മനസ്സിലാക്കണം. മൂന്നാമത് പറഞ്ഞു, വിശ്വാസത്തിലുള്ള നീതീകരണം എന്നുള്ളത് കൊണ്ട് ദൈവം കൽപ്പിച്ച കൽപ്പനകൾ തള്ളിക്കളയരുത്. ന്യായപ്രമാണത്തെ ദുർബലമാക്കുന്നില്ല, ഒരു പ്രമാണത്തെ ദുർബലമാക്കുന്നില്ല, ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ വചനം അനുസരിക്കും. അത് വളരെ വ്യക്തമായി പഠിപ്പിച്ചു. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അടുത്ത പാഠത്തിൽ ചിന്തിക്കും. താങ്ക് യു.